ഞാവൽപ്പഴം ഇഷ്ടപ്പെടാത്തവർ കുറവായിരിക്കുമല്ലേ? ഇന്ന് നമുക്ക് ഞാവൽപ്പഴത്തെ പറ്റി കൂടുതലറിയാം. ഏകദേശം 30 മീറ്ററോളം ഉയരം വയ്ക്കുന്ന ഒരു മരമാണ് ഞാവൽ. മാർച്ച് ഏപ്രിൽ മാസത്തോടെയാണ് ഇവ പൂക്കുന്നത്. പൂക്കൾക്ക് വെള്ള നിറമാണ്. പഴുത്ത കായകൾ നല്ല കറുപ്പു കലർന്ന കടും നീല നിറത്തിൽ കാണപ്പെടുന്നു. നന്നായി പന്തലിച്ച് നിറയെ ശിഖരങ്ങളോടുകൂടി വളർന്ന് മരമായി മാറുന്ന ഒരു പ്രകൃതമാണ് ഇവയുടേത്. 100 വർഷത്തിലധികം ഇവ നിലനിൽക്കും. ഹിമാലയത്തിന് തെക്കുള്ള ഏഷ്യയാണ് ഞാവലിന്റെ ജന്മദേശമായി കണക്കാക്കുന്നത്. അവിടങ്ങളിൽ ഇവ വ്യാപകമായി കൃഷി ചെയ്തു വരുന്നു. നനവുള്ള ഇടങ്ങളിൽ നിലനിൽക്കുന്ന ഞാവൽ മരങ്ങൾ പൂർണ്ണമായും ഇല പൊഴിക്കാറില്ല. പുതിയ ഇലകൾ വന്നതിനു ശേഷമേ പഴയ ഇലകൾ വീണു പോകാറുള്ളൂ. എന്നാൽ വരണ്ട സ്ഥലങ്ങളിലും ജലക്ഷാമം ഉള്ളിടത്തും ഇലകൾ പൂർണ്ണമായി തന്നെ പൊഴിക്കാറുണ്ട്. തൈകൾ നടുമ്പോൾ ആദ്യകാലങ്ങളിൽ നല്ല പരിചരണം ഇവയ്ക്ക് ആവശ്യമാണ്. വലുതായി കഴിഞ്ഞാൽ പ്രത്യേക കരുതൽ ആവശ്യമില്ല. വിത്ത് മുളപ്പിച്ചവയാണെങ്കിൽ 4 വർഷം വേണം പൂത്തു തുടങ്ങുവാൻ. ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തവ സുലഭമാണ്. 1.5 വർഷം കൊണ്ട് തന്നെ അവ കായ്ച്ചു തുടങ്ങുന്നു. ചവർപ്പു കലർന്ന രുചിയാണെങ്കിലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഞാവൽപ്പഴം ഇഷ്ടപ്പെടുന്നു. അച്ചാറും ജാമും ഉണ്ടാക്കാൻ ഞാവൽപ്പഴങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പഴത്തിൽ നിന്നും വിനാഗിരിയും ഉണ്ടാക്കിയെടുക്കാം. ഞാവലിന്റെ എല്ലാ ഭാഗങ്ങൾക്കും ഔഷധ ഗുണമുണ്ട്, പ്രത്യേകിച്ചും പ്രമേഹത്തിന്. ഇവ കരിച്ചു കിട്ടുന്ന ചാരം പല്ലുകൾക്കും മോണയ്ക്കും ശക്തി കൂട്ടാൻ നല്ലതാണ്. വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും ഞാവൽപ്പഴത്തിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇലയും കായും തടിയും നാടൻ വൈദ്യത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഉണക്കിപ്പൊടിച്ച കുരു പ്രമേഹത്തിന് വളരെ ഫലപ്രദമാണ്. നേർപ്പിച്ച പഴച്ചാറ് തൊണ്ടവേദനയ്ക്ക് ഔഷധമാണ്. ചെറിയ അളവ് ഞാവലിന്റെ അംശത്തിന് പോലും രക്തത്തിലെയും മൂത്രത്തിലെയും പഞ്ചസാരയുടെ അളവ് വേഗത്തിൽ കുറയ്ക്കുവാനുള്ള കഴിവുണ്ട്. പല കീടങ്ങളും ഞാവലിനെ ആക്രമിക്കാറുണ്ട്. ചില കീടങ്ങൾ ഇല തിന്നു തീർക്കുന്നു. മറ്റു ചിലവ തളിരിൽ നിന്നും പൂക്കുലകളിൽ നിന്നും നീരൂറ്റി കുടിച്ച് അവ പൊഴിഞ്ഞു പോകാൻ വരെ കാരണമാകുന്നു. ഞാവലിനെ പുണ്യവൃക്ഷമായി കണക്കാക്കാറുണ്ട്. നിങ്ങൾക്കും ഞാവൽപ്പഴം ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യൂ. ഞാവൽപ്പഴത്തെ പറ്റിയുള്ള അറിവുകളും കമന്റിൽ രേഖപ്പെടുത്തൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.